ഒരു നില വീടിന്റെ മുന്നിൽ വന്നു നിന്നു. മഹി കാറിൽ നിന്നിറങ്ങി. ഉമ്മറത്ത് വിക്കിയുടെ അച്ഛൻ ജോർജ് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ മോനോ വന്നോ? നീ പറഞ്ഞാലതേ അവൻ അനുസരിക്കൂ. ഇനിയെങ്കിലും ബൈക്ക് ഓടിക്കുമ്പോൾ സൂക്ഷിച്ചോടിക്കാൻ പറയണം. ഇന്നലെ ബൈക്കിൽ നിന്ന് വീണതാ, അകത്തുണ്ട്, പോയി കണ്ടോ? വിക്കിയുടെ അച്ഛൻ്റെ വാക്കുകൾ കേട്ടതും അവൻ്റെ മനസ്സ് വിങ്ങി. അവൻ തലകുനിച്ച് ജോർജിന് മുഖം കൊടുക്കാതെ അകത്തേക്ക് നടന്നു. ആ എത്തിയോ? അതെ, ഇടത് കൈയും വലത് കാലും ബാക്കിയുണ്ട്. അതും കൂടി ഒടിച്ച കാണുന്നവർക്കൊരു രസമായേനെ. വിക്കി മഹിയെ കണ്ടെന്ന് കുലുങ്ങി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഡാ, ഞാൻ എൻ്റെ മനസ്സ് കൈവിട്ടു പോയി. എന്തൊക്കെയായാലും നിന്നെ തല്ലാൻ പാടില്ലായിരുന്നു, അവൻ വിക്കിയുടെ അടുത്തിരുന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കണ്ണും നിറയുന്നത് വിക്കി ശ്രദ്ധിച്ചു. നീ ചുമ്മാ സെൻറ്റി അടിക്കല്ലേ. പണ്ടും നീ എന്നെ തല്ലിയിട്ടില്ലേ? പക്ഷേ ഇത്തവണത്തെ ഇടി ശരിക്കും എനിക്ക് ലോട്ടറിയാ. എന്താന്ന് ചോദിക്ക്. വിക്കി പുരികം മുകളിലേക്കും താഴേക്കുമാക്കിക്കൊണ്ട് മഹിയെ നോക്കി. മഹിക്ക് വിക്കിയുടെ മുഖഭാവം കണ്ട് ചിരി വന്നു. അല്ല, ഈ തല്ലുകൊണ്ടിട്ട് എന്ത് ലോട്ടറിയാണ് നിനക്ക് കിട്ടിയേ? അവൻ സംശയത്തോടെ ചോദിച്ചു. ഡാ, അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റൽ എന്നെ നോക്കിയതൊരു സിസ്റ്റർ റോസ്മേരി. ഇറങ്ങാൻ നേരത്ത് ഞാൻ ചുമ്മാ എൻ്റെ നമ്പർ അങ്ങ് കൊടുത്തു. ഇപ്പം ചാറ്റും കോളൊക്കെ ഉണ്ട്. ഈ സൗന്ദര്യം ഒരു ശാപമായല്ലോ, അവൻ സ്വയം പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അതെ, ഷാറൂഖ് ഖാനല്ലേ, അവനൊന്ന് ആക്കി പറഞ്ഞു. ഡാ, തല്ലിയതോ പോട്ടെ, ഇങ്ങനെയാണ് ഒരു രോഗിയെ കാണാൻ വരുന്നത്? എവിടെ എൻ്റെ ആപ്പിളും ഓറഞ്ചും? എടുക്കടാ. മഹിയവിക്ക് വലത് കാലം കൊണ്ടൊന്ന് തോണ്ടി. മഹി അതിനൊന്ന് ചിരിച്ചു. ഡാ, നിന്റെ കാലൊക്കെ ശരിയാൽ തായ്ലാൻഡിൽ പോവാം. അവിടെ നിനക്കുള്ള ഇഷ്ടമുള്ള എന്തും വാങ്ങിച്ചു തരാം, അവൻ വിക്കിയുടെ ഇടത് കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. തായ്ലാൻഡ് അവിടെ നിൽക്കട്ടെ, എങ്ങോട്ടും പോവില്ലല്ലോ. ആ നന്ദുവിനെ ഇന്നലെ തട്ടിക്കൊണ്ട് പോന്നോ, പിന്നെ വീട്ടിലാക്കിയെന്നോ ഞാൻ കേട്ടല്ലോ. എന്താ രാവണ, ഇനി അവളാണോ നിന്റെ സീത? വിക്കി അത് പറഞ്ഞത് മഹിയുടെ മനസ്സിൽ നന്ദുവിൻ്റെ രൂപം തെളിഞ്ഞു. ബ്ലൂ ഡേ കഫേയുടെ മുന്നിൽ സച്ചുവിൻ്റെ വൈറ്റ് സ്വിഫ്റ്റ് വന്നു നിന്നു. നന്ദു അവനെ കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി നന്ദുവിൻ്റെ അടുത്തേക്ക് നടന്നു. നന്ദു, ഇന്നലെ നടന്ന കാര്യമൊക്കെ ലച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ അവനോട് അങ്ങനെ തട്ടിക്കയറാൻ പോകണ്ടെന്ന്. സച്ചു അത് പറയുമ്പോൾ നന്ദുവിന് അവൻ്റെ മുഖത്ത് പരിഭ്രമം മനസ്സിലായി. സച്ചുവേട്ടന് മഹിയെക്കുറിച്ച് എല്ലാം അറിയാമല്ലേ? അവളുടെ ആ ചോദ്യം കേട്ടതും സച്ചു ഞെട്ടി. നന്ദു, അത്, അവനൊന്ന് പതറി. സച്ചുവേട്ട, ഞാൻ ഇന്നലെ അയാളുടെ അവസ്ഥ കണ്ടതാ. പ്രേമം കൊണ്ടല്ല, പക്ഷെ എനിക്കറിയണം അയാൾ ശരിക്കും എന്താണ്, ആരാണ്. ഞാൻ എന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയ മഹിക്ക് ക്ലീൻ ഇമേജ്. ബട്ട് ഇന്നലെ ഞാൻ കണ്ടു മഹി, അത് ഞാൻ അറിഞ്ഞ മഹിയല്ല. എനിക്കറിയണം. അവളത് പറഞ്ഞതും സച്ചുവിന് അവളോടെല്ലാം പറയണമെന്ന് തോന്നി. അപ്പോൾ അവനെക്കുറിച്ച് അറിയണമല്ലേ? പറയാം, പക്ഷെ അത് പറയാൻ അർഹനായ ആള് അത് വേറെയാണ്. അവൻ അവളെ വിളിച്ചതും അവൾ അവൻ്റെ കൂടെ കാറിലേക്ക് കയറി. ആ കാർ ഇരുവശത്തും പൂക്കൾ വിടുന്ന പൂന്തോട്ടമുള്ളൊരു വീട്ടിലേക്ക് കയറി. അവൾ ചുറ്റും നോക്കിയപ്പോൾ ഒരു ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടു. ഡോക്ടർ സത്യമൂർത്തി സൈക്കാട്രിസ്റ്റ്. ആ ബോർഡ് കണ്ടതും അവളൊന്ന് നടുങ്ങി. വാ, ഇറങ്ങ്, ഇതെൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ്, സത്യമൂർത്തി അങ്കിളുടെ. അദ്ദേഹമാണ് അവനെ പറ്റി പറയേണ്ടത്. അവൾ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും നെഞ്ചിരിപ്പ് കൂടി വന്നു. മഹിയുടെ മുഖം അവളെ മിന്നിമാഞ്ഞു. സച്ചു കോളിംഗ് ബെല്ലടിച്ചു. ആ ഡോറ് തുറന്ന് 62 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ പുറത്തേക്ക് വന്നു. നരച്ച ചുരുളൻ മുടിയും വെട്ടിയൊതുക്കിയ മീശയും കറുത്ത ഷർട്ടും കാവ്യമുണ്ടുമായിരുന്നു വേഷം. ആ, ഇതാരാ? സച്ചു മോനോ? അകത്തേക്ക് വാ. ഇതാണല്ലേ അപ്പം സച്ചു പറഞ്ഞ ആ കുട്ടി. വരൂ, അകത്തേക്ക് കയറിയിരിക്കൂ. അവളത് കേട്ടതും സച്ചുവിനെ നോക്കി. സച്ചു ഒന്ന് ചിരിച്ചു. അവർ രണ്ടുപേരും അകത്തേക്ക് നടന്നു. വീടിൻ്റെ അകമിത്തിരി പഴമ നിറഞ്ഞതായിരുന്നു. അവർ ചെയറിലേക്കിരുന്നു. തൻ്റെ കയ്യിലിരുന്ന് സ്പെക്സ് തുടച്ച് മുഖത്ത് വെച്ച് അയാൾ അവർക്ക് മുന്നിലിരുന്നു. അങ്കിൾ, ഞാൻ പറഞ്ഞില്ലേ ഇവൾ മഹിയുമായി ചെറിയൊരു വാക്ക് തർക്കമുണ്ടായി. അവൻ ഇന്നലെ ഇവളെ പിടിച്ചുകൊണ്ട് പോയി. അവിടെ നടന്ന സംഭവങ്ങൾ ഞാൻ പറഞ്ഞില്ലേ? ഇവൾക്ക് മഹിയെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ട്. അത് മാറ്റാനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അവൻ മുഖത്ത് ചെറിയൊരു ഭീതിയോടെ പറഞ്ഞു. പ്ലീസ് ഡോക്ടർ, എനിക്ക് അയാളെ പറ്റി അറിയണം. മരിച്ചുപോയ അമ്മയോട് സംസാരിക്കുന്നു, പെട്ടെന്ന് കൊല്ലാൻ നിന്ന ആളെ തലോടുന്നു. ഇതൊക്കെ എന്താണ്? അയാൾക്ക് എന്താണ് ശരിക്കും? നന്ദുവിൻ്റെ ആ ചോദ്യം കേട്ട് സത്യമൂർത്തി ഒന്ന് ചിരിച്ചു. ഇപ്പോഴത്തെ കുട്ടിയുടെ ഭാഷയിൽ സൈക്കോ. എന്നാൽ അവനൊരു ഭ്രാന്തനല്ല.
അമ്മയോടുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കാൻ കൺമുന്നിൽ അമ്മയില്ല. സോ അവൻ അങ്ങനെ സങ്കല്പിക്കുന്നു. പിന്നെ തന്നോട് ഇന്നലെ പെരുമാറിയത്, അതിനെപ്പറ്റി പറയണമെങ്കിൽ അവൻ്റെ കുട്ടിക്കാലത്തേക്ക് പോവണം. അത് കേട്ടത് നന്ദു അയാൾ പറയുന്നത് കേൾക്കാൻ തയ്യാറായിരുന്നു. വിഷ്ണുവർമ്മയുടെയും ദാദ്രയുടെയും ഒറ്റ മകനായാണ് അവൻ ജനിച്ചത്. അന്ന് കോവിലകം ഗ്രൂപ്പ് ഇത്രയും വളർന്നിട്ടില്ല. അവൻ്റെ അച്ഛൻ വിഷ്ണുവർമ്മ ഒരു ധൂർത്തനും താന്തോന്നിയുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞതും ദാദ്ര അയാൾക്ക് മടുത്തു തുടങ്ങി. പുതിയ സുഖങ്ങൾ തേടി അയാൾ അലഞ്ഞു. സത്യമൂർത്തി പറയുന്നത് കേട്ട് നന്ദു നെടുവേർപ്പെട്ടു. വിഷ്ണുവർമ്മൻ്റെയും ദാദ്രയുടെയും ജീവിതത്തിലെ ഒരു ദിവസം. അങ്ങ് എന്തിനാണിങ്ങനെ എന്നോട് പെരുമാറുന്നത്? ഒരു ഭാര്യ എന്ന രീതിയിൽ അങ്ങക്ക് ഞാനൊരു കുറവും വരുത്തിയിട്ടില്ലല്ലോ. എന്നെ ഓർക്കണ്ട, നമ്മുടെ മകനെ ഓർത്തെങ്കിലും. ദാദ്ര അവിടെ നിന്ന് വിഷ്ണുവർമ്മൻ്റെ കാലിൽ വീണു. ഇതെല്ലാം കണ്ട് 5 വയസ്സ് പ്രായമുള്ള കുട്ടി മഹി ഒന്നും മനസ്സിലാവാതെ നിന്നു. മോൻ, ഇവൻ എൻ്റെ മകനാണെന്ന് എന്താ ഉറപ്പ്? കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടന്നപ്പോൾ കിട്ടിയതാവും. പിന്നെ എൻ്റെ ഔദാര്യത്തിൽ ഇവിടെ കഴിയുമ്പോൾ എന്നെ ഉപദേശിക്കാൻ വന്ന ആരും അറിയാതെ നിന്നെ അവസാനിപ്പിക്കാൻ എനിക്കറിയാം. അയാൾ പറയുന്നത് കേട്ട് ദാദ്ര പിന്നോട്ടാഞ്ഞു. അയാൾ അവളുടെ മുഖത്ത് ചവിട്ടി. ആ ദൃശ്യം കണ്ട് മഹി നിലവിളിച്ചു. അവൻ്റെ അമ്മയുടെ മുഖത്ത് രക്തം പൊടിയുന്നത് കണ്ട് അവൻ അമ്മയുടെ അടുത്തേക്ക് ഓടി. അമ്മേ! അവൻ കരയാൻ തുടങ്ങിയതും ദാദ്ര അവനെ വാരിയെടുത്തു. അവളുടെ ചുണ്ടിൽ നിന്നും ഒലിച്ച ചോര തുടച്ച് അവൻ്റെ മുന്നിൽ ഒരു ചിരി അഭിനയിച്ചു. അങ്ങനെ ഒരു ദിവസം വിഷ്ണുവർമ്മൻ ആ വീട്ടിലേക്ക് വന്നതൊരു പെണ്ണിനെ കൂട്ടിയാണ്. അന്ന് രാത്രി അവൻ്റെ അമ്മയെ മഹിയുടെ മുന്നിലിട്ട് അയാൾ ഗോൾഫ് സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ചു കൊന്നു. ദാദ്രയുടെ ചോര വീണത് മഹിയുടെ മുഖത്തേക്കായിരുന്നു. ഡോക്ടർ പറയുന്നത് കേട്ട് നന്ദു ആകെ വല്ലാതെയായി. അവൾക്ക് കണ്ണുകൾ നിറഞ്ഞു. പിന്നെ 1 മാസം കഴിഞ്ഞ് വിഷ്ണുവർമ്മൻ തൻ്റെ വീടിൻ്റെ ടെറസിൽ നിന്ന് വീണു മരിച്ചു. നല്ലോണം മദ്യപിച്ചിരുന്നു. അയാളുടെ മരണശേഷം മഹി ആദ്യം ചെയ്തത് ആ സ്ത്രീ ആ വീട്ടിൽ നിന്ന് പുറത്താക്കി. തൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ആ റൂമിൽ നിന്ന് എടുത്തു മാറ്റി. ആ മുഖം കറുത്ത മഷി കൊണ്ട് കോറി വരച്ചു. എന്നിട്ട് തൻ്റെ അമ്മയുടെ ചിത്രം അവിടെ തൂക്കി. ഇതെല്ലാം കേട്ടത് നന്ദു കണ്ണുനീർ തുടച്ച് എന്തോ പറയാനായി വന്നു. അല്ല സർ, അപ്പോൾ മഹിയുടെ മാനസിക നില? അവളുടെ ചോദ്യം കേട്ട് ഡോക്ടർ ഒന്ന് ചിരിച്ചു. അവൻ മാനസിക രോഗിയാണെന്ന് ഞാൻ പറയില്ല. അമ്മയോടൊരു തരം ഭ്രാന്തമായ സ്നേഹം. ഒരു ഇൻസിഡൻറ്റ് പറയാം. പണ്ടവൻ ചെയ്യാത്ത തെറ്റിന് ചീത്ത പറഞ്ഞ് ടീച്ചറുടെ കയ്യിൽ അവൻ ബ്ലേഡ് കൊണ്ട് കയറിയിട്ടുണ്ട്. അത് പറഞ്ഞത് കേട്ട് നന്ദു ഞെട്ടി. അന്ന് അവൻ എന്നെ കാണിച്ചതാ. അന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവൻ്റെ അമ്മയെ ദ്രോഹിച്ച ആ സ്ത്രീയുടെ മുഖം. അതാണ് അവനെ ദേഷ്യപ്പെട്ട ആ ടീച്ചറിൽ അവൻ കണ്ടത്. അതിനുശേഷം അവൻ അധികം ആരോടും സംസാരിക്കാറില്ല. അവൻ്റെ തോന്നൽ അവനോടെല്ലാവരോടും അടുക്കുന്നത് അവൻ്റെ സ്വത്ത് മോഹിച്ചെന്നാണ്. ആകെ വിക്കി എന്ന അവൻ്റെ സുഹൃത്തിനെയാണ് അവന് വിശ്വാസം. അത് പറഞ്ഞതും സച്ചു ഇടയിൽ കയറി എന്തോ പറയാൻ തുടങ്ങി. അത് ശരിയാണ് ഡോക്ടർ, പണ്ടും വിക്കിയോട് മാത്രമായിരുന്നു അവനടുപ്പം. പക്ഷെ ഇന്നലെ ഇവളോട് എന്താ അങ്ങനെ പെരുമാറിയത്? സച്ചു സംശയത്തോടെ ചോദിച്ചു. അതൊരു പക്ഷേ അവൻ്റെ അമ്മയുടെ അതേ അവസ്ഥയിൽ ആ റൂമിൽ എത്തിപ്പെട്ടത് കൊണ്ടാവാം. ബട്ട് നല്ല ലക്ഷണമാണ്. അവൻ്റെ മനസ്സിലുള്ള വിഷമങ്ങൾ മാറാൻ ഒരുപക്ഷെ ഈ കുട്ടി ഒരു കാരണമാവാനും വഴി കാണുന്നുണ്ട്. എന്താ കുട്ടി, തനിക്ക് അയാളോടൊരു ഫ്രണ്ട്ഷിപ്പ് വെച്ചൂടെ? ഇത് പറയുന്നത് കേട്ട് നന്ദു ആകെ മരവിച്ചു നിന്നു. അല്ല ഡോക്ടർ, ഇനിയും ഞാൻ മുന്നിൽ ചെന്ന പഴയതുപോലെ ആയാൽ? അവൾ സംശയത്തോടെ ഡോക്ടറിനെ നോക്കി. അവനെ എതിർത്താൽ മാത്രമേ അത് സംഭവിക്കൂ. പിന്നെ ഇന്നലെ നടന്ന സംഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് അവനൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് തന്നോട്. താൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അവൻ്റെ ഉള്ളിൽ ആ ഭയം അതെല്ലാം നീക്കാൻ സാധിക്കും. ഇത് പറഞ്ഞു കേട്ടതും സച്ചു നന്ദുവിനെ നോക്കി. ഓക്കെ ഡോക്ടർ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇവൾക്കൊരു സംശയം വന്നപ്പോൾ അത് തീർക്കണമെന്ന് തോന്നി. അവർ 2 പേരും അവിടെ നിന്നും എഴുന്നേറ്റു. കുട്ടി, ഒരാൾക്ക് നമ്മൾ കാരണം ജീവിതത്തിൽ എന്തോ നഷ്ടപ്പെട്ട സന്തോഷം തിരിച്ചു കിട്ടുകയാണെങ്കിൽ അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. പണം കൊണ്ട് അയാൾ സമ്പന്നനാണ്, പക്ഷേ അതിലും അപ്പുറം ചിലതുണ്ടല്ലോ. കുട്ടിയൊന്ന് ആലോചിച്ച് നോക്ക്. അവൾ അതിനൊരു ചിരി മാത്രം നൽകിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ഞാനത് എങ്ങനെയായി പോയി? ശരിക്കും ഞാനല്ലേ അഹങ്കരിച്ചത്? ആ പാവം, അയാളുടെ വിഷമം നമുക്ക് മനസ്സിലാവും. എന്താ ചെയ്യണ്ടേ? അവൾ പടികൾ ഇറങ്ങുമ്പോൾ അവളുടെ മനസ്സിലെ ചോദ്യങ്ങൾ നിറഞ്ഞു. അവൾ സച്ചുവിൻ്റെ കാറിലേക്ക് കയറി. ആ കാർ അവിടെ നിന്നും നീങ്ങി. 2 ദിവസങ്ങൾക്ക് ശേഷം
എടി താടു, നമ്മുടെ നന്ദുവിന് എന്തു പറ്റി? ഇപ്പം ഏതു നേരവും ആ റൂമിലിരുന്ന് എന്തോ ആലോചിക്കുക. ലച്ചു താടുവിനെ നോക്കി സംശയത്തോടെ ചോദിച്ചു. ഞാനും ശ്രദ്ധിച്ചു. നമുക്കൊന്ന് പോയി ചോദിച്ചാലോ? ഇനി വല്ല പ്രേമമോ മറ്റോ? താടു സംശയിച്ചു. സാധ്യതയില്ലാതില്ല, വാ നോക്കാം. അവർ രണ്ടുപേരും നന്ദുവിൻ്റെ റൂമിലേക്ക് നടന്നു. എടി നന്ദു, നീ എന്താ നനഞ്ഞ കോഴിയെ പോലെ ഇങ്ങനെ ഇരിക്കുന്നേ? എന്താ പറ്റിയേ? താടു അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു. ദേ, നിങ്ങളിൽ ആരെങ്കിലും ഈ 2 വിരലൊന്ന് തൊട്ടേ. അവൾ അവർക്ക് നേരെ വലത് കൈയിലെ 2 വിരലുകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഇതെന്താടി, അന്ന് വീണപ്പോൾ തലയിടിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കുമോ? ലച്ചു നന്ദുവിനെ കളിയാക്കി. തൊട്ട് നിന്റെ കുഞ്ഞമ്മയുടെ കെട്ടിയോന്, ഇതിലേതെങ്കിലും ഒന്ന് തൊട്. അവൾ വീണ്ടും അവർക്ക് നേരെ കൈനീട്ടി. ലച്ചുവും താടവും ഒരുപോലെ അവളെ ചൂണ്ടുവിരലിൽ തൊട്ടു. ആ, അപ്പം ഞാൻ ഉറപ്പിച്ചു, ഞാൻ മഹിയുടെ ഹോസ്പിറ്റൽ തന്നെ ജോലിക്ക് പോകുക. ഇനി ജോലി കിട്ടിയില്ലേലും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പോവാം. മാറി നിന്നേ. അവൾ അവരെ തട്ടിമാറ്റി മുന്നോട്ട് നടന്നു. എടി, ഈ ഭ്രാന്ത് പകരുവോ? 2 ദിവസം മുൻപേ അയാളെ തെറി വിളിച്ചവളല്ലേ പോണേ? ലച്ചു അമ്പരന്ന് താടുവിനെ നോക്കി. ഇതൊരു ഐഡിയയും ഇല്ല, സ്റ്റോറിയും സ്ക്രിപ്റ്റും മനസ്സിലാവണില്ല. താടു കണ്ണുകൾ മിഴിച്ചുകൊണ്ട് പറഞ്ഞു. കോവിലകം പാലസ്. മഹി പതിവ് പോലെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ താഴേക്ക് വന്നു. ഗുഡ് മോർണിംഗ് സർ. ഗൗരവാനെ വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ് ഗൗരവ്, ലെറ്റ്സ് ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ്. അവൻ ഡൈനിങ് ടേബിളിൽ മുന്നിൽ നിന്നു. വിവിധതരം കോണ്ടിനെൻ്റൽ ഫുഡ് ആ ടേബിളിൽ നിറഞ്ഞു. അയാൾ ഇരുന്നു. ലെറ്റ്സ് ഹാവ് തായ് ടുഡേ. അവനത് പറഞ്ഞതും തായ് സ്റ്റൈലിലുള്ള ഭക്ഷണം അയാൾക്ക് മുന്നിൽ വെച്ചു. അവിടെ നിന്ന് മറ്റുള്ളവരോടും അവൻ ഇരിക്കാനായി പറഞ്ഞു. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഗൗരവ്, ഇന്ന് ടെൻഡർ ഡേ ആണ്. ഷിപ്പിൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. 10 മണി അങ്ങോട്ടേക്ക് പോവണം. മഹി അത് പറഞ്ഞതും ഗൗരവ് എന്തോ പറയാനായി വന്നു. സർ, ഗരുഡ ഗ്രൂപ്പ് അവരും ഇതിന് ട്രൈ ചെയ്യുന്നുണ്ട്. ഗൗരവ് അത് പറഞ്ഞത് മഹി ചിരിച്ചു. ട്രൈ ചെയ്യട്ടെ, ഒരു എതിരാളില്ലാതെ കളത്തിലിറങ്ങുന്നത് ത്രില്ലില്ലല്ലോ. ഇതാവുമ്പോൾ ആ ത്രില്ലങ്ങ് ഫീൽ ചെയ്യാം. അയാൾ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ടെൻഡർ ഹാളിന് വെളിയിൽ ഒരു ബ്ലാക്ക് ലെക്സസ് വന്നു നിന്നു. പിന്നിലായി 3 പജേറോയും. ഗരുഡനാഥൻ. അവിടെ കൂടി നിന്നവരിൽ ആരോ പറഞ്ഞു. ഡോറ് തുറന്നൊരു ബ്ലാക്ക് കോട്ടും സ്യൂട്ടും ധരിച്ച കഴുത്തോളം താടി വളർത്തി തോളറ്റ മുടിയുള്ള ഒരു 6 അടി രൂപം പുറത്തേക്കിറങ്ങി. അയാൾ തൻ്റെ കഴുത്തിൽ കിടന്ന ഗരുഡമാലയിൽ തൊട്ടൊന്ന് ചുംബിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അയാളുടെ പിന്നിൽ കയ്യിൽ തോക്കേന്തിയ ഒരു കൂട്ടം ആളുകൾ അനുഗമിച്ചു. അയാൾ അകത്തേക്ക് ചെന്നതും അവിടെ ഇരുന്നവർ പേടിച്ചെഴുന്നേറ്റു. അയാൾ നടുക്കായി ഒരു കസേര വലിച്ചിട്ടിരുന്നു. ഈ ടെൻഡർ അത് ഗരുഡനാഥന് സ്വന്തം. വില ഞാൻ തന്നെ നിശ്ചയിക്കുക. 84 കോടി 25 ലക്ഷം. അയാൾ പറയുന്നത് കേട്ട് മുന്നിലിരുന്ന ഓഫീസേഴ്സ് വിരണ്ടു. സർ, അത് ഗവൺമെൻറ് നിശ്ചയിച്ച റേറ്റിന് കുറവാണ്. ഓഫീസേഴ്സ് പരിഭ്രമത്തിൽ പറഞ്ഞു. ഇതാണ് ഗരുഡൻ്റെ റേറ്റ്. അയാളുടെ കണ്ണുകൾ ചുവന്നു. സർ, ഒരു കൺസീൽഡ് ടെൻഡർ ഉണ്ട്. പിന്നിൽ നിന്ന് ആരോ പറഞ്ഞു. അയാൾ പേപ്പറുകൾ നിറഞ്ഞൊരു പ്ലേറ്റ് ആ ടേബിളിൽ വെച്ചു. കോവിലകം ഗ്രൂപ്പ് 150 കോടി. ടെൻഡർ കോവിലകം ഗ്രൂപ്പിന് നൽകിയിരിക്കുന്നു. ഇത് കേട്ടതും ഗരുഡൻ ചാടി എഴുന്നേറ്റു. അയാൾ കോപത്തോടെ പിന്നിലേക്ക് നടന്നു. തൻ്റെ കാറിലേക്ക് കയറാൻ തുടങ്ങിയതും ഒരു ഹോൺ കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. ഒരു ബ്ലൂ ബെന്റലി കോണ്ടിനെന്റൽ GD അവിടേക്ക് ചീറിപ്പാഞ്ഞു വന്നു. പിന്നിലായി 2 ടൊയോറ്റ ഫോർച്യൂണറും. ആ കാറ് ബ്രേക്കിട്ട് നിന്നു. ഡ്രൈവർ ഡോറ് തുറന്നു. ഷൂസ് ധരിച്ച കാറുകൾ ഭൂമിയിൽ പതിച്ചു. ഒരു സിൽവർ കളർ കോട്ടും സ്യൂട്ടും ധരിച്ച് ചെറുപുഞ്ചിരിയോടെ മഹി പുറത്തേക്കിറങ്ങി. അവൻ ഗരുഡൻ്റെ അടുത്തേക്ക് നടന്നു. അവർ മുഖാമുഖം നിന്നു. ഗരുഡൻ്റെ മുഖം ചുവന്നു. മഹി തൻ്റെ കൂളിംഗ് ഗ്ലാസ് ഊരി ഗരുഡൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ നീല കണ്ണുകൾ ഗരുഡൻ്റെ കണ്ണുകളിലേക്ക് ചൂഴ്ന്നിറങ്ങി.